ഒരു ദൈവഭക്തനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ മുമ്പിൽ കടന്നു വരുന്ന യാതൊരു പ്രതിസന്ധിയെയും അവന് ഭയപ്പെടേണ്ടെന്ന കാര്യമില്ല. കാരണം സർവശക്തനാകുന്ന ദൈവം തൻ്റെ പരിപാലകനും സഹായകനുമായി തന്നോട് കൂടെയുണ്ട്. 91 സങ്കീർത്തനം അതിൻ്റെ 5-6 വാക്യങ്ങൾ. രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ല. അതെ, ജീവിതത്തിൻ്റെ ഏത് നിർണായക ഘട്ടത്തിലൂടെ നീ കടന്നു പോയാലും ദൈവം ഒരുവൻ്റെ സഹായകനും സംരക്ഷകനും പരിപാലകനുമായി കൂടെയുള്ളിടത്തോളം കാലം അവന് ഒന്നിനെയും ഭയപ്പെടേണ്ടുന്ന കാര്യമില്ല. 107 സങ്കീർത്തനം 20 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: അവൻ തൻ്റെ വചനമയച്ചവരെ സൗഖ്യമാക്കി, അവരുടെ കുഴികളിൽ നിന്ന് അവരെ വിടുവിച്ചു. അതെ, ദൈവം ഒരുവന് സംരക്ഷകനായിട്ടിരിക്കുമ്പോൾ അവൻ്റെ രോഗത്തെ സൗഖ്യമാക്കുവാൻ തക്കവണ്ണം ദൈവം തൻ്റെ വചനത്തിൻ്റെ ശക്തി അയക്കുന്നു. മാത്രമല്ല, ഒരുവൻ്റെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധിയിൽ അവൻ വീണു പോയാലും കരം പിടിച്ചുയർത്തുന്ന ദൈവത്തിൻ്റെ പരിപാലനം എപ്പോഴും തൻ്റെ മക്കളോട് കൂടെയുണ്ട്. മാത്രമല്ല, ദൈവവചനം നമ്മെ ഓരോ ദിവസവും ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവമാണ്. നിന്റെ ദൈവമായ യഹോവയുടെ കൽപ്പനകൾ അനുസരിച്ച് അവൻ്റെ സകല വിധികളും പ്രമാണിക്കുകയും അവൻ്റെ കൽപ്പനകൾ അനുസരിച്ച് നടക്കുകയും ചെയ്താൽ ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാണെന്ന് പുറപ്പാട് പുസ്തകം 15 അധ്യായം 26 വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു. അതെ, അവൻ സൗഖ്യമാക്കുന്ന യഹോവയാണ്, വിടുതലയക്കുന്ന യഹോവയാണ്, സംരക്ഷണം നൽകുന്ന ദൈവമാണ്, സമാധാനവും സന്തോഷവും നൽകുന്ന ദൈവമാണ്. ആർക്കും തൻ്റെ കരങ്ങളിൽ നിന്ന് നമ്മെ പിടിച്ചു പറിച്ച് ഒരിടത്തും കൊണ്ട് നശിപ്പിച്ച് കളയുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് ജീവിതത്തിൽ കടന്നു വരുന്ന എല്ലാ നിർണായക ഘട്ടങ്ങളിലും എല്ലാ പ്രതിസന്ധി വേളകളിലും ദൈവത്തിൻ്റെ അത്ഭുതകരം നമ്മോട് കൂടെയുണ്ടെന്നുള്ള വിശ്വാസത്തോടും ധൈര്യത്തോടും ദൈവസന്നിധിയിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ദൈവിക വാഗ്ദത്തങ്ങളെ മുറുകെ പിടിച്ച് നമുക്ക് മുൻപോട്ട് പോകാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.